ഇസ്രായേലുമായുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ വടക്കൻ ഇറാനെ ഞെട്ടിച്ച് വൻ ഭൂചലനമാണ് നടന്നിരിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട ബഹിരാകാശ നിലയവും തന്ത്രപ്രധാനമായ നഗരമായ സനംനാനിയിലാണ് 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായിരിക്കുന്നത്. ഭൂനിരപ്പിൽ നിന്നും 10 കിലോമീറ്റർ താഴെയാണ് പ്രഭവ കേന്ദ്രമുണ്ടായിരിക്കുന്നത്. ആൾനാശമില്ലെന്നും നേരിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉള്ളെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഭൂചലനം ഒരു സാധാരണ പ്രകൃതി പ്രതിഭാസമാണോ അതോ അതീവ ഗുരുതരമായ മറ്റു കാരണങ്ങളുണ്ടോ എന്നതിനെ ചൊല്ലി ലോകമെമ്പാടും അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ്. ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ പ്രകമ്പനമാണ് അനുഭവപ്പെട്ടതെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുമുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം എന്നതിനാൽ ആ തരത്തിലുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. സെംനാർ ഇറാനിലെ പ്രതിരോധ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഒരു നിർണായക കേന്ദ്രമാണ്. ഇറാന്റെ പ്രധാനപ്പെട്ട പല മിസൈൽ കംപ്ലക്സുകളും ബഹിരാകാശ നിലയങ്ങളും ഇവിടെയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തന്ത്രപ്രധാന മേഖലയിൽ സംഭവിക്കുന്ന ഏതൊരു ഭൂചലനവും അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. സാധാരണയായി ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇറാൻ ഒരു ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണെങ്കിൽ പോലും ഇസ്രായേലുമായുള്ള തീവ്രമായ സംഘർഷത്തിനിടെ ഇങ്ങനെയൊരു ഭൂചലനം ഉണ്ടാകുന്നത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. 5.1 തീവ്രതയുള്ള ഭൂചലനം താരതമ്യേന വലുതുമാണ്. പ്രത്യേകിച്ചും ഇത് ജനവാസ മേഖലയിലും പ്രതിരോധ മേഖലയിലുമുള്ള ഒരു പ്രദേശമാണെങ്കിൽ ഇറാനിയൻ മാധ്യമങ്ങൾ ആൾനാശമില്ലെന്ന് റിപ്പോർട്ട് ചെയ്തു. നാശനഷ്ടങ്ങൾ നിസ്സാരമാണെന്ന് അറിയിച്ചതും സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടാം. എന്നാൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇത്തരം റിപ്പോർട്ടുകളുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഭൂചലനത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ആശങ്കയിലൊന്ന് ഇത് ഇറാൻ നടത്തിയ ആണവ പരീക്ഷണത്തിന്റെ പ്രകമ്പനമാകുമോ എന്നതാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. ഒരു ഭൂമിക്കടിയിലുള്ള ആണവ പരീക്ഷണം ഒരു ചെറിയ ഭൂകമ്പത്തിന് സമാനമായ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പ്രകമ്പനത്തിന്റെ തീവ്രതയും ആഴവും വിലയിരുത്തി വിദഗ്ധർ ഇത് ആണവ പരീക്ഷണമാണോ അതോ പ്രകൃതിദത്ത ഭൂകമ്പമാണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയും. സെംനാനിയിൽ ഭൂകമ്പം 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു എന്നാണ് ശ്രദ്ധേയമാകുന്നത്. ഇത് ഭൂകമ്പത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നിർണായകമാക്കുന്നുണ്ട്. ഇറാൻ ആണവ പരീക്ഷണം നടത്തുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ആണവ നിർവ്യാപന ഉടമ്പടികളുടെ ലംഘനമായും ആഗോള സമാധാനത്തിന് ഭീഷണിയായും ഇത് കണക്കാക്കപ്പെടുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് കടിഞ്ഞാണിടാൻ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണം സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്നതിനാൽ ഈ ഭൂചലനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും രഹസ്യ സൈനിക നടപടികളുടെ ഫലമാണോ എന്ന സംശയവും ഉയർന്നു വരികയാണ്. ഒരു ആണവ കേന്ദ്രത്തിന്റെ രഹസ്യമായി ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ആണവ പരീക്ഷണത്തിന് തടസ്സമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ ഭാഗമായി ഉണ്ടായ സ്ഫോടനമോ ആണോ ഈ ഭൂചലനത്തിന് കാരണമെന്നും പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നും മുൻപ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സനംനാനിയിലെ ഭൂചലനം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നതും ലോകം ഉറ്റുനോക്കുകയാണ്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇറാന്റെ സ്വന്തം മിസൈൽ കംപ്ലക്സുകളിലെ പരീക്ഷണങ്ങൾക്കിടയിൽ ഉണ്ടായ എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ അപകടമാണോ ആകാം ഈ പ്രകമ്പനത്തിന് കാരണമെന്നും വിലയിരുത്തുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ സജീവമാണ്. സനംനാനിയിലെ ഭൂചലനത്തിന്റെ യഥാർത്ഥ കാരണം എന്തായാലും ഇസ്രായേൽ ഇറാൻ സംഘർഷം കൊടുമ്പിരി കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ ഇത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു സംഭവം മേഖലയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കുകയും യുദ്ധസാധ്യത കൂട്ടുകയും ചെയ്യും. ഭൂചലനം ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ആഗോള ആണവ നിർവ്യാപന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. ഇത് ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങളിലേക്കും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളിലേക്കും നയിച്ചേക്കാം. ഇത്തരം സാഹചര്യത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ കംപ്ലക്സുകളും സംബന്ധിച്ച അന്താരാഷ്ട്ര നിരീക്ഷണം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ചെറിയ സംഭവങ്ങൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ, അതായത് വലിയ തെറ്റിദ്ധാരണകൾക്കും വഴിയൊരുക്കുകയും സൈനിക നടപടികളിലേക്ക് നയിക്കുകയും ചെയ്യാം. ഇറാൻ ഭൂകമ്പത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമോ അതോ അതൊരു സാധാരണ പ്രകൃതി പ്രതിഭാസമായി അവഗണിക്കപ്പെടുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഓരോ നീക്കവും ലോകം അതീവ ഗൗരവത്തോടു കൂടിയാണ് നിരീക്ഷിക്കുന്നത്. സനംനാനിയിലെ ഭൂചലനം സംഘർഷഭരിതമായ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നത് ലോക സമാധാനത്തിന് നിർണായകമാകും.